Hi all. Last video നമ്മൾ ടർബൈൻസിന്റെ ഒരു ഓവർവ്യൂ നമ്മൾ നോക്കിയായിരുന്നു. ഏതൊക്കെ ടൈപ്പ് ടർബൈൻസ് ആണ്, അതിന്റെ കുറെ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ നോക്കിയായിരുന്നു. ഇന്ന് നമ്മൾ അതിന്റെ പാർട്ട് 2ലേക്ക് കടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങൾ, കുറെ ടർബൈൻസിന്റെ എക്സാമ്പിൾസ് ഉണ്ട്, പെൽറ്റൺ, കപ്ലാൻ ടർബൈൻ. അപ്പോൾ അതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ട്യൂട്ടോറിയലിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ അതിന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടെ ഒന്ന് ബ്രഷപ്പ് ചെയ്തേ ഉള്ളൂ. എന്താണ് ടർബൈൻ എന്നുള്ളത്? ടർബൈൻ ഈസ് എ റോട്ടറി മെക്കാനിക്കൽ ഡിവൈസ് ദാറ്റ് എക്സ്ട്രാക്ട്സ് എനർജി ഫ്രം ദി ഫാസ്റ്റ് മൂവിംഗ് ഫ്ലോ ഓഫ് fluids, that is water, steam, gas, air or other fluid, and converts it into useful work. ഇതാണ് ബേസിക്കലി ടർബൈൻ എന്ന് പറയുന്നത്. സോ ടർബൈൻ is a turbo machine with at least one moving part called a rotor assembly, which is a shaft or drum with blades attached. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം തന്നെയാണ്. So the moving fluid acts on the blades so that they move and impart rotational energy to the rotor. ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ കണ്ടതാണ്. അതായത് ഒരു ഫ്ലൂയിഡ് ടർബൈൻ്റെ ബ്ലേഡിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ആ ബ്ലേഡ്സ് എന്ത് ചെയ്യുന്നു? ഒരു റൊട്ടേഷണൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് നമ്മൾ എന്താണ്, ആ ടർബൈനിൽ നിന്നും ആ ടർബൈൻ ഷാഫ്റ്റ് വഴി അതെന്താണ്, ഇലക്ട്രിക്കൽ ജനറേറ്റർ, നമ്മൾ ജനറേറ്ററിൽ ഇത് കപ്പിൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഈ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വാട്ടർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്ന് പറയും. ഇപ്പോൾ സ്റ്റീം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്തറിയാം, സ്റ്റീം ജനറേറ്റഡ് അല്ലെ, പവർ ആണ്. അപ്പോൾ ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് തന്നെയാണ്. ബേസിക് ടൈപ്സ് എന്ന് പറയുമ്പോൾ 4 ബേസിക് ടൈപ്പുകളാണ് നമ്മൾ അക്കോർഡിംഗ് ടു ദി എന്താണ് ഫ്ലൂയിഡ്സ് യൂസ്ഡ്: വാട്ടർ ടർബൈൻ, സ്റ്റീം ടർബൈൻ, ഗ്യാസ് ടർബൈൻ ആൻഡ് വിൻഡ് ടർബൈൻ. സോ വാട്ടർ ടർബൈൻ ബേസിക്കലി 2 ടൈപ്സ് ആയിട്ടാണ് എന്താണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള. ഒന്ന് ഇമ്പൾസ് ടർബൈനും റിയാക്ഷൻ ടർബൈനും. ഇമ്പൾസ് ടർബൈൻ നമുക്ക് കണ്ടാൽ അറിയാം അല്ലെ. ഇമ്പൾസ് ടർബൈൻ നമ്മൾ കഴിഞ്ഞാൽ പറഞ്ഞത് തന്നെയാണ്. ഇമ്പൾസ് ടർബൈനിൽ കൈനറ്റിക് എനർജി, റിയാക്ഷനിൽ കൈനറ്റിക്കും അതുപോലെ തന്നെ പ്രഷർ എനർജിയും വരുന്നുണ്ട്. അപ്പോൾ രണ്ടിന്റെ ആ ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം. ഇമ്പൾസ് ടർബൈനിലെ നോസിലിൽ നിന്നും ആ ഫ്ലൂയിഡ് അതിന്റെ ബ്ലേഡ്സിന്റെ എന്താണ് ടാൻജൻഷ്യൽ ആയിട്ട് അല്ലെ, ബ്ലേഡ്സിൽ അതിനെ ഇമ്പിഞ്ച് ചെയ്തതിന് ശേഷം അത് റൊട്ടേഷണൽ മൂവ്മെന്റ് കൊടുക്കുന്നു. റിയാക്ഷൻ ടർബൈൻ വരുമ്പോൾ എന്താണ്, അവിടെ ഒരു അതിന്റെ സ്ട്രക്ചർ തന്നെ വ്യത്യാസമുണ്ട് അല്ല. ഒരു സ്റ്റേഷനറി ഗേറ്റ് വെയിൻസ് ആണ്. നമ്മളിവിടെ ഇമ്പൾസ് ടർബൈനിലെ ബ്ലേഡ്സ് അല്ലെങ്കിൽ ബക്കറ്റ് ബ്ലേഡ്സ് എന്ന് പറയുമ്പോൾ റിയാക്ഷൻ ടർബൈനിൽ അതൊരു ഗേറ്റ് വെയിൻസ് എന്നാണ്. അത് ബ്ലേഡ് തന്നെയാണ്, അതിനെ ഗേറ്റ് വെയിൻസ് എന്നാണ് നമ്മളതിനെ പറയുന്നത്. ഇത് വാട്ടർ ടർബൈൻ്റെ 2 എന്താണ് ക്ലാസിഫിക്കേഷൻ ആണ്. ഓരോ നമുക്ക് നോക്കാം. ഇമ്പൾസ് ടർബൈൻ. In an impulse turbine, fast moving fluid is fired through a narrow nozzle at the turbine blades to make them spin around. അല്ലെ, നമ്മൾ സാധാരണ നമ്മൾ ടർബൈൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ അല്ലെ, അതൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ട് അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പല വർക്കിംഗ് മോഡൽസും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതേ ആ ഒരു എന്താണ് ടൈപ്പ് ഓഫ് ടർബൈൻ ആണ്. ഇവിടെ ബ്ലേഡ് ഉണ്ട് അല്ലെങ്കിൽ ബക്കറ്റ് ബ്ലേഡ്സ് ഉണ്ട്. ഇത് എന്തോ ഒരു കർവ്ഡ് ഷേപ്പാണ്. അപ്പൊ അതിലേക്ക് എന്ത് ചെയ്യുന്നു, ഈ ഒരു നോസിൽ വഴി, സ്റ്റേഷനറി നോസിൽ വഴി നമ്മൾ ഫ്ലൂയിഡിനെ എന്ത് ചെയ്യുന്നു, അതിലേക്ക് ഇമ്പിഞ്ച് ചെയ്യുന്നു അല്ലെ, അതിലേക്ക് കൊണ്ടുവന്ന് നമ്മളത് കൊളൈഡ് ചെയ്യുന്നു. അപ്പോൾ ബ്ലേഡ്സ് ഓഫ് ആൻ ഇമ്പൾസ് ടർബൈൻ ആർ യൂഷ്വലി ബക്കറ്റ് ഷേപ്പ്, സോ ദേ ക്യാച്ച് ദ ഫ്ലൂയിഡ് ആൻഡ് ഡയറക്റ്റ് ഇറ്റ് ഓഫ് അറ്റ് ആൻ ആംഗിൾ. അങ്ങനെ ഇതിന്റെ റൊട്ടേഷൻ മൂവ്മെന്റ് നമുക്ക് അല്ലെങ്കിൽ റൊട്ടേഷൻ എനർജി നമുക്ക് കിട്ടുന്നു. ഇമ്പൾസ് ടർബൈൻ 2 ടൈപ്പ് ആണുള്ളത്. ഒന്ന് പെൽറ്റൺ ടർബൈൻ ആൻഡ് ക്രോസ് ഫ്ലോ ടർബൈൻ. പെൽറ്റൺ ടർബൈൻ, പെൽട്ടൺ വീൽ എന്നും പറയും അല്ലെങ്കിൽ പെൽറ്റൺ ടർബൈൻ എന്നും പറയും. ഇത് 1870s ലെസ്റ്റർ പെൽട്ടൺ ആണ് ഇത് ഇൻവെന്റ് ചെയ്തേക്കുന്നത്. ഇതിന്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്, ഇത് യൂസ് ചെയ്യുന്ന എവിടെയാണ്, ഹൈ ഹെഡ് ലോ ഫ്ലോ പവർ പ്ലാന്റ്സിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഹൈ ഹെഡും ലോ ആയിട്ട് ഫ്ലോ അല്ലെങ്കിൽ ഫ്ലോ റേറ്റ് വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നോസിൽസ് ആർ ഡയറക്റ്റ് ഫോഴ്സ്ഫുൾ ഹൈ സ്പീഡ് സ്ട്രീംസ് ഓഫ് വാട്ടർ അഗെയിൻസ്റ്റ് എ റോട്ടറി സീരീസ് ഓഫ് സ്പൂൺ ഷേപ്ഡ് ബക്കറ്റ്സ് ആസ് നോൺ ആസ് ഇമ്പൾസ് ബ്ലേഡ്സ് വിച്ച് ആർ മൗണ്ടഡ് അറൌണ്ട് ദി സർക്കംഫറൻഷ്യൽ റിം ഓഫ് എ ഡ്രൈവ് വീൽ, ഓൾസോ കാൾഡ് എ റണ്ണർ. നമ്മൾ ബേസിക്കലി ആയിട്ടുള്ള ടർബൈൻ
അതായത് റണ്ണറിന് ചുറ്റും ബ്ലേഡ് ഉണ്ട്, ബക്കറ്റ് ബ്ലേഡ്സ് ഉണ്ട്. അപ്പോൾ ഫ്ലോ റേറ്റ് കുറവായതുകൊണ്ട് നമ്മൾ ആ നോസിലൂടെയാണ് അതിനെ ഡയറക്റ്റ് ചെയ്യുന്നത്, അതിനെ ഫോഴ്സ്ഫുൾ ആയിട്ട് ഒരു വാട്ടറിനായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നത്. ആസ് ദി വാട്ടർ ജെറ്റ് ഹിറ്റ് ദ ബക്കറ്റ് ബ്ലേഡ്സ്, the direction of water velocity is changed to follow the contours of the bucket. Then water impulse energy exerts torque on the bucket and wheel system. Spinning the wheel, the water stream itself does a U-turn and exists at the outer sides of the bucket. Okay, ഈ Pelton wheel നമ്മൾ എന്താണ് വാട്ടർ ഇമ്പൾസ് വന്ന് ബക്കറ്റിൽ വന്ന് അടിക്കുമ്പോൾ, ആ ബ്ലേഡിൽ വന്നിരിക്കുമ്പോൾ ഇത് സ്പിൻ ചെയ്യുന്നു, ബേസിക്കലുള്ള ടർബൈൻ്റെ പ്രിൻസിപ്പിൾ. എന്നിട്ട് വാട്ടർ എന്ത് ചെയ്യുന്നു, വാട്ടർ സ്ട്രീം ഇത് ബക്കറ്റിൽ കൂടെ, ബക്കറ്റിൻ്റെ എന്താണ് എക്സിറ്റ്, ഔട്ട്ലെറ്റിൽ കൂടെ അതങ്ങ് എക്സിറ്റ് ആവുന്നു. അപ്പം പെൽറ്റൺ വീലിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ആലോചിക്കേണ്ടത് ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, അതായത് ഹൈ ഹെഡിലും ലോ ഫ്ലോ അല്ലെങ്കിൽ ഫ്ലോ റേറ്റ് കുറവാണ്. അപ്പം Pelton wheels operate best with a drop height of 50 to 2000 meter and flow rate is 4 to 15 meter cube per second. ഇതാണ് ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള എന്താണ് ഒരു പെൽറ്റൺ വീലിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. ബക്കറ്റ് ഷേപ്ഡ് ബ്ലേഡ് ആണ്. അത് കൂടുതൽ എന്താണ് വാട്ടറിനെ അല്ലെങ്കിൽ ആ ഫോഴ്സ്ഡ് വാട്ടറിനെ അതിനെ കളക്ട് ചെയ്യാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. Pelton wheels are the preferred turbine for hydropower. അല്ലേ, നമ്മൾ സാധാരണ വീല് കണ്ടാൽ അറിയാം, നമ്മൾ പണ്ടേ നമ്മൾ പഠിക്കുന്ന ടൈപ്പ് ഹൈഡ്രോ ഇലക്ട്രിക് പവറിൽ കാണുന്ന ടൈപ്പ് ഓഫ് ടർബൈൻ ആണ്. When the available water source has relatively high hydraulic head at low flow rates. അല്ലെ, എവിടെയാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഹൈഡ്രോ പവറിനാണ് യൂസ് ചെയ്യുന്നത്. അവിടുത്തെ കണ്ടീഷൻ എന്താണ്, പെൽറ്റൺ വീല് ഹൈ ഹൈഡ്രോളിക് ഹെഡും ആയിരിക്കും, ലോ ഫ്ലോ റേറ്റ് അടുത്താണ്. അങ്ങനത്തെ ഒരു വാട്ടർ സോഴ്സിലാണെങ്കിൽ ഇത് എന്താണ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് പെൽറ്റൺ വീൽസ് ആണ്. Pelton wheels are made in all sizes. For maximum power and efficiency, the wheel and turbine system is designed such that the water jet velocity is twice the velocity of rotating buckets. Then there exist in multi-ton Pelton wheels mounted on vertical oil pad bearing in hydroelectric power. Cross flow turbine. Cross flow turbine is also എന്താണ് impulse turbine ആണ്. It is developed by Anthony Michael in 1903 and is used for low heads. നമ്മൾ പെൽറ്റൺ വീല് പറഞ്ഞത് ഹൈ ഹെഡ്സിലും ആണല്ലോ, ഹൈ ഹെഡ്സിലും ലോ ഫ്ലോ റേറ്റിലാണെങ്കിൽ ഇത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ലോ ഹെഡിലും ഹൈ ഫ്ലോയിലും ആണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ക്രോസ് ഫ്ലോ ടർബൈൻ യൂസ് ചെയ്യുന്നത്. ആസ് വിത്ത് ദ വാട്ടർ വീൽ, ദ വാട്ടർ ഈസ് അഡ്മിറ്റഡ് അറ്റ് ദി ടർബൈൻസ് എഡ്ജ്. നമുക്ക് ഈ ഫിഗർ നോക്കുമ്പോൾ കാണാം, ദ ടർബൈൻസ് എഡ്ജ്. ആഫ്റ്റർ പാസിംഗ് ദ റണ്ണർ ഇറ്റ് ലീവ്സ് ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ്. ഗോയിങ് ത്രൂ ദി റണ്ണർ ട്വൈസ് പ്രൊവൈഡ്സ് അഡീഷണൽ എഫിഷ്യൻസി. അതായത് ഇത് കണ്ടോ, ഇത് ഈ ഹെഡിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഹൈ ഫ്ലോയിലാണ് ഇത് ഇങ്ങോട്ട് വരുന്നത്, അല്ലെ, ഈ ഒരു എന്താണ് പ്രഷറൈസ്ഡ് കണ്ടീഷനിൽ ഇതൊരു ഹൈ ഫ്ലോ ആയിട്ടാണ് വരുന്നത്. ഇവിടെ വന്ന് തട്ടുന്നു, അല്ലേ, തട്ടിയതിന് ശേഷം അപ്പോൾ ഇവിടെ ഒരു എൻട്രി പോയിന്റ് ഉണ്ട്, ഈ എന്താണ് ഈ ടർബൈനിലേക്ക് ഒരു എൻട്രി പോയിന്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ എക്സിറ്റ് ചെയ്യുമ്പോഴും അവിടെ എന്ത് ഉണ്ട്, അവിടെ റണ്ണറിൽ കൂടെ ഒരു പ്രാവശ്യം കൂടെ ഇത് കടന്നു പോകുന്നുണ്ട്. അതായത് ഇവിടെ 2 പ്രാവശ്യം ഗോയിങ് ത്രൂ ദ റണ്ണർ ട്വൈസ് പ്രൊവൈഡ്സ് അഡീഷണൽ എഫിഷ്യൻസി. ഒരു പുഷും കൂടെ അവിടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു അഡീഷണൽ എഫിഷ്യൻസി. അതായത് ഈ ഫ്ലോയിൽ ഇവിടെ ഫസ്റ്റ് കിട്ടുന്ന എൻട്രിയിൽ കിട്ടുന്ന ആ ഒരു ഫ്ലോ സ്പീഡ് അല്ലെങ്കിൽ ആ ഒരു എനർജി ഇവിടെ കാണത്തില്ല എങ്കിൽ പോലും അതിൻ്റെ ഒരു അഡീഷണൽ എഫിഷ്യൻസി കൂട്ടാൻ സഹായിക്കും. The cross flow turbine is a low speed machine that is well suited for location with low head but high flow. നമ്മൾ പെൽറ്റൺ വീല് പറഞ്ഞപ്പോൾ ഹൈ ഹെഡും ലോ ഫ്ലോ ആണ്, പക്ഷെ ഇത് എവിടെയാണ് കൂടുതൽ സ്യൂട്ടബിൾ ആവുന്നത്, ലോ ഹെഡ് ഹൈ ഫ്ലോ കണ്ടീഷനിലാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, ക്രോസ് ഫ്ലോ ടർബൈൻ. The peak efficiency of a cross flow turbine is somewhat less than Kaplan Francis or Pelton turbine. It has a low price and a good regulation, as water going through the runner twice provides additional efficiency. Cross flow turbines are mostly used in mini and micro hydropower units.
Its good point as when the water leaves the runner, it also helps clean the runner of small debris and pollution. നമ്മൾ എക്സിറ്റ് ചെയ്ത് പോകുമല്ലോ, പോകുമ്പോൾ റണ്ണറിനെ ലീവ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ആ റണ്ണറിലുള്ള എന്തെങ്കിലും ഡെബ്രിസ്, വേസ്റ്റുകളും പൊല്യൂഷനൊക്കെ അത് വാഷ് ഓഫ് ചെയ്തുകൊണ്ട് പോകാനും പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. Then comes impulse കഴിഞ്ഞെങ്കിൽ next reaction turbine. In a reaction turbine, forces driving the rotor are achieved by the reaction of an accelerating water flow in the runner while the pressure drops. The reaction principle can be observed in a rotary lawn sprinkler when the emerging jet drives the rotor in the opposite direction. Reaction turbine എങ്ങനെയാണ് ഡ്രൈവിംഗ്, റോട്ടറിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ആക്സിലറേറ്റിംഗ് വാട്ടർ ഫ്ലോവിന്റെ പ്രഷർ ഡ്രോപ്പ് കാരണം ഉണ്ടാവുന്ന റിയാക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ റിയാക്ഷൻ ടർബൈനിന്റെ ഫോഴ്സ്, റോട്ടർ ഫോഴ്സ് എന്ന് പറയുന്നത്. In reaction turbines, torque developed by reacting to the fluid's pressure. The pressure of the fluid changes as it passes through the turbine rotor blade. ആ ഒരു പ്രഷർ ചേഞ്ച് ആണ് നമുക്ക്. ഇപ്പം ഇത് നമുക്ക് ഈ പ്രിൻസിപ്പിൾ കറക്റ്റ് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന എവിടെയെന്നാണ് പറയുന്നത്, നമ്മൾ ലോൺ സ്പ്രിംഗ്ലർ ഉണ്ടല്ലോ, റൊട്ടേഷൻ ചെയ്യുന്ന ലോൺ സ്പ്രിംഗ്ലർ. ഇവിടെ എന്ന് വെച്ചാൽ എമർജിങ് ജെറ്റ് ആണ് ആ റോട്ടറിനെ എന്ത് ചെയ്യുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറക്കുന്നത്, അല്ലെ. എമർജിങ് ജെറ്റ് ഡ്രൈവ്സ് ദി റോട്ടർ ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതിലിങ്ങനെ ഒന്ന് അടിച്ചടിച്ചാണ് നമ്മൾ കറക്കുന്നത്. അപ്പൊ ഇതാണ് ആ റിയാക്ഷൻ ടർബൈൻ എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ ടോർക്ക് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ഡെവലപ്ഡ് ബൈ റിയാക്ടിങ് ടു ദി ഫ്ലൂയിഡ്സ് പ്രഷർ. The pressure of the fluid changes as it passes through the turbine rotor blades. 3 ടൈപ്പ് റിയാക്ഷൻ ടർബൈൻസ് ആണുള്ളത്: കപ്ലാൻ, ഫ്രാൻസിസ് ആൻഡ് കൈനറ്റിക് ടർബൈൻ. Kaplan turbine. The Kaplan turbine is a water turbine which has adjustable blades and is used for low head and high discharge. Okay, our Kaplan turbine എന്ന് പറയുന്നത് വാട്ടർ ടർബൈൻ ആണ്, വിച്ച് ഹാസ് എ അഡ്ജസ്റ്റബിൾ ബ്ലേഡ് ആണ്. എവിടെയാണ് യൂസ്, ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ലോ ഹെഡ് ഹൈ ഡിസ്ചാർജ്. ലോ ഹെഡ് ഹൈ ഡിസ്ചാർജിങ് ചെയ്യുന്ന എന്താണ് കണ്ടീഷനിലാണ് കപ്ലാൻ ടർബൈൻ ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ഇൻ 1913 by the Austrian professor Victor Kaplan. The Kaplan turbine is an inward flow reaction turbine. So Kaplan turbine is a inward flow reaction turbine used for low head and high discharge. ആലോചിച്ച് നോക്കുക, Kaplan turbine is an inward flow reaction turbine used for low head and high discharge, which means that the working fluid changes pressure as it moves through the turbine and gives up its energy. റിയാക്ഷൻ ടർബൈൻ ആവാനുള്ള കാരണം അതായത് എന്തുകൊണ്ടാണ്, വർക്കിംഗ് ഫ്ലൂയിഡിന്റെ പ്രഷർ ആണ്, അല്ലെ. മീൻസ് ദാറ്റ് ദ വർക്കിംഗ് ഫ്ലൂയിഡ് ചേഞ്ചസ് പ്രഷർ ആസ് ഇറ്റ് മൂവ്സ് ത്രൂ ദി ടർബൈൻ ആൻഡ് ഗീവ്സ് അപ്പ് ഇറ്റ്സ് എനർജി. ആ ഒരു പ്രഷർ അല്ലെ നമ്മൾ, അതുകൊണ്ടാണ് നമ്മൾ ഇമ്പൾസ് ടർബൈനിൽ കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ, റിയാക്ഷനിൽ കൈനറ്റിക്കും പ്രഷർ എനർജിയും ഉണ്ടെന്ന് ആദ്യമേ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു പ്രഷർ എനർജിയും കൂടെ എന്താണ്, ഈ റിയാക്ഷൻ ടർബൈനിലെ പ്രിൻസിപ്പിളിൽ പ്രഷർ എനർജി വളരെ വലിയൊരു പോയിന്റ് ആണ്. ദ ഇൻലെറ്റ് ഈസ് എ സ്ക്രോൾ ഷേപ്ഡ് ട്യൂബ് ദാറ്റ് wraps around the turbine's wicket gate. Water is directed tangentially through the wicket gate and spirals on the propeller shaped runner, causing it to spin. So Kaplan turbine having drop height 10 to 700 meter, ലോ ഹെഡ് ആണ്, 10 to 700 മീറ്റർ ആണ്. ഫ്ലോ റേറ്റ് പക്ഷേ എന്താ, ഹൈ ഡിസ്ചാർജ് ആണ്, 4 to 55 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഇതാണ് കപ്ലാൻ ടർബൈനിന്റെ ഒരു ജനറൽ സെക്ഷൻ വ്യൂ. ഇതൊരു മോഡലാണ് കപ്ലാൻ ടർബൈൻ. അപ്പൊ ഇതിന്റെ ബ്ലേഡ്സ് നോക്കിയാൽ നമുക്കറിയാം, സാധാരണ നമ്മൾ മറ്റേ കാണുന്ന ബക്കറ്റ് പോലെയല്ല, ഇറ്റ്സ് എ സ്പൈറൽ കൈൻഡ് ഓഫ്, അല്ലെ, സ്പൈറൽ കൈൻഡ്. അപ്പൊ ഈ സ്പൈറൽ ആയിട്ടുള്ള ബ്ലേഡ് തന്നെ നമ്മളുടെ വാട്ടർ ഫ്ലോയിനനുസരിച്ച് നമ്മളുടെ യൂസ് ചെയ്യുന്ന ലൊക്കേഷൻ അല്ലെങ്കിൽ യൂസേജിനനുസരിച്ചിട്ട് അത് ഡിസൈൻ ചെയ്യേണ്ടി വരും, പല രീതിയിൽ അത് ഡിസൈൻ ചെയ്യേണ്ടി വരും. സോ ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ കപ്ലാൻ ടർബൈൻസ് ആർ വൈഡ്ലി യൂസ്ഡ് ത്രൂ ഔട്ട് ദി വേൾഡ് ഫോർ ഇലക്ട്രിക്കൽ പവർ പ്രൊഡക്ഷൻ,
They cover the lowest head hydrosides and are especially suited for high flow condition. നമ്മൾ ആദ്യം പറഞ്ഞു low head high flow ആ കണ്ടീഷനിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. Inexpensive micro turbines on the Kaplan turbine model are manufactured for individual power production with as little as 2 feet of head. Inexpensive ആയിട്ടുള്ള മൈക്രോ ടർബൈൻസ് യൂസ് ചെയ്യാറുണ്ട് ഇൻഡിവിജ്വൽ പവർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അല്ലെ. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പവർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, മൈക്രോ ടർബൈൻസ് ഉണ്ടാക്കാറുണ്ട് കപ്ലാൻ ടർബൈനിൽ. കാരണം ഇൻഡിവിജ്വൽ പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ അവിടെ വെള്ളം വളരെ കുറവായി 2 feet ഹെഡ്, 2 അടി ഹെഡ് മാത്രമുള്ള എന്താണ് അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ബേസിക്കലി കപ്ലാൻ ടർബൈൻ ലോവസ്റ്റ് ഹെഡ് ഉള്ളിടത്താണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ അത് അതായത് 2 അടി ഹെഡ് ഉള്ളിടത്ത് വരെ നമുക്ക് ഇതിന്റെ മൈക്രോ ടർബൈൻസ് ഡിസൈൻ വെച്ചിട്ട് നമുക്കിത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പവർ പ്രൊഡക്ഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. Large Kaplan turbines are individually designed for each site to operate at the highest possible efficiency, typically over 90%. They are very expensive to design, manufacture and install but operate for decades. ഞാൻ പറഞ്ഞില്ലേ ഇത് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് വലിയ കപ്ലാൻ ടർബൈൻസും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്, എക്സ്പെൻസീവ് ആണ്. എന്തിനാണ്, ഡിസൈനും മാനുഫാക്ചറിങ് ആൻഡ് ഇൻസ്റ്റാൾ. പക്ഷേ ഇത് അതിന് ശേഷം ഇത് എത്ര കാലങ്ങളുമാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, വളരെ മെയിൻ്റനൻസ് കുറവാണ്. ഇത് എന്തുകൊണ്ട് എക്സ്പെൻസീവ് ആവുമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ ആ ഒരു ബ്ലേഡിൻ്റെ ഡിസൈൻ, അത് ആ ബ്ലേഡ് ഡിസൈൻ ചെയ്യുന്ന ആംഗിൾ പ്രത്യേകം എന്താണ് ഡിസൈൻ ചെയ്തില്ലെങ്കിൽ ആ വാട്ടറിൻ്റെ മൂവ്മെൻറ്റ്സ് ഒന്നും അല്ലെ, അതിൻ്റെ ആ ഒരു ടർബൈൻ റൊട്ടേഷൻ ഒന്നും നമുക്ക് അല്ലെ ആ പ്രഷർ ഡിഫറൻസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അറ്റൈൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം സോ ദീസ് ആർ വെരി എക്സ്പെൻസീവ് ടു ഡിസൈൻ, മാനുഫാക്ചർ, ഇൻസ്റ്റാൾ ബട്ട് ഓപ്പറേറ്റ് ഫോർ decades. Next comes Francis turbine. Francis turbine is also a water turbine developed by James B. Francis and is used for medium head, medium discharge. നമ്മൾ കപ്ലാൻ പറഞ്ഞത് ലോ ഹെഡ് ഹൈ ആണെങ്കിൽ ഫ്രാൻസിസ് രണ്ടാമത് വരുന്നതാണ്. അപ്പോൾ അത് ഇടയ്ക്കാണ്, മീഡിയം ആണ്. അങ്ങനെ ചോദിച്ചാൽ കപ്ലാൻ കഴിഞ്ഞ് രണ്ടാമത് വരുന്ന ഫ്രാൻസിസ് ടർബൈൻ മീഡിയം ഇടയ്ക്കുള്ള ആളാണ്, medium head, medium discharge. So Francis turbine is a type of reaction turbine, a category of turbine in which the working fluid comes to the turbine under immense pressure and the energy is extracted by the turbine blades from the working fluid. The turbine's exit tube is shaped to help decelerate the water flow and recover the pressure. ഓക്കെ, ഹൈ ഇമ്പൻസ് പ്രഷറിലാണ് വന്ന് കയറുന്നത്. പക്ഷേ അത് എന്താണ്, അതിൻ്റെ എക്സിറ്റ് ചെല്ലുമ്പോൾ, എക്സിറ്റിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആ ഒരു എക്സിറ്റ് ട്യൂബ് ഇതിൻ്റെ വാട്ടർ ഫ്ലോയെ ഡീസലറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അതിനെ ഷേപ്പ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാട്ടർ ഫ്ലോ ഈസ് റേഡിയൽ ഫ്രം എക്സ്റ്റീരിയർ ടു ഇന്റീരിയർ. വാട്ടർ ഫ്ലോ റേഡിയൽ വാട്ടർ ഫ്ലോ ആണ്. വാട്ടർ ഫ്ലോ ഈസ് റേഡിയൽ ഫ്രം എക്സ്റ്റീരിയർ ടു ഇന്റീരിയർ. ഓക്കെ, ഇതാണ് ഫ്രാൻസിസ് ടർബൈൻ്റെ ഒരു മോഡൽ കൺസ്ട്രക്ഷൻ കാണിച്ചിരിക്കുന്നത്. ഷാഫ്റ്റ് ഉണ്ട്, വാട്ടർ ഇൻലെറ്റ് ഇവിടെയാണ്, കണ്ടോ. വാട്ടർ ഇൻലെറ്റിൽ നിന്ന് ഇങ്ങനെ സ്പൈറൽ കേസ് വഴി വന്ന് ഈ ഗൈഡ് വെയിൻസിൽ കൂടെ ആണ് എന്ത് ചെയ്യുന്നത്, താഴേക്ക് പോകുന്നത് അല്ലെ. ഇതിൽ ഇങ്ങനെ കറങ്ങി റേഡിയൽ ഫ്രം എക്സ്റ്റീരിയർ ടു ഇന്റീരിയർ അല്ലെ, എക്സ്റ്റീരിയറിൽ നിന്ന് ഇന്റീരിയറിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെ കറങ്ങി വന്ന് ഇതിൽ ഗൈഡ് വെയിൻസിൽ കൂടെ കടന്ന് ഔട്ട്ലെറ്റിലേക്ക് അങ്ങ് പോകുന്നു. Okay. Francis type units cover a head range from 40 to 600 meter, 130 to 2000 feet. Its efficiency decreases as flow decreases. Flow കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ എനർജി ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആലോചിക്കേണ്ടത് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, മീഡിയം ഹെഡ്, മീഡിയം flow rate. They may also be used for pumped storage where a reservoir is filled by the turbine acting as a pump driven by the generator acting as a large electrical motor during periods of low power demand. Next വരുന്നത് kinetic turbines. Kinetic turbines are also called free flow turbines which generate electricity from the kinetic energy present in flowing water. നമ്മൾ കൈനറ്റിക് ടർബൈൻസ് എന്ന് പറയുന്ന വേറൊരു പേര് ഫ്രീ ഫ്ലോ ടർബൈൻസ് ആണ്. അതായത് എന്താണ്, ഒരു ഡാമോ റിസർവയറോ ഒന്നും വേണ്ട, നാച്ചുറലായിട്ട് വെള്ളത്തിന് ഒരു കൈനറ്റിക് എനർജി ഉണ്ട്, അല്ലെ ഒഴുകുന്ന വാട്ടർ സ്ട്രീമിന് ഒരു നാച്ചുറൽ ഇതുണ്ട്, ഫ്ലോ റേറ്റ് ഉണ്ട്. അത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്
എന്താണ് യൂസ് ചെയ്യുന്ന ഒരു എന്താണ് ടർബൈനാണ് ഫ്രീ ഫ്ലോ ടർബൈൻ അല്ലെങ്കിൽ കൈനറ്റിക് ടർബൈൻ. ദ സിസ്റ്റംസ് മേ ഓപ്പറേറ്റ് ഇൻ റിവേഴ്സ്, മാൻ-മെയ്ഡ് ചാനൽസ്, tidal walls or ocean currents. The kinetic systems utilize the water stream's natural pathway. They do not require the diversion of water through man-made channels, riverbed or pipes. ഡാം കെട്ടി പെൻസ്റ്റോക്കിലൂടെയൊക്കെ അങ്ങനെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഡയറക്റ്റ് ആയിട്ട് നാച്ചുറൽ പാത്വേ, വാട്ടറിൻ്റെ നാച്ചുറൽ പാത്വേയിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഇലക്ട്രിക് ജനറേറ്റ് എടുക്കുന്ന ആ ടർബൈനെയാണ് നമ്മൾ കൈനറ്റിക് എനർജി ടർബൈൻ അല്ലെങ്കിൽ ഫ്രീ ഫ്ലോ ടർബൈൻ എന്ന് പറയുന്നത്. Kinetic systems do not require large civil works. However, they can use existing structures such as bridges, tail races and channels and do not require any dam or reservoir. ഡാമിൻ്റെ റിസർവറിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന കൈനറ്റിക് ടർബൈൻ എന്ന് വെച്ചാൽ അണ്ടർ വാട്ടറിലാണ് അല്ലെ, വെള്ളത്തിൻ്റെ അടിയിൽ വെച്ചേക്കാണ്. അപ്പോൾ അവിടെ എന്താണ് അണ്ടർ വാട്ടർ കറണ്ടാണ്. അപ്പം ഇത് ഡാമോ ഒന്നും കെട്ടിയിട്ടില്ല, പെൻസ്റ്റോക്കോ അല്ലെങ്കിൽ ചാനലോ ഒന്നുമില്ല. ഇതെന്താ വെള്ളത്തിൻ്റെ അടിയിൽ തന്നെ വെച്ചേക്കുകയാണ്. ആ വെള്ളത്തിൻ്റെ അടിയിലുള്ള ഫ്ലോ ഉണ്ട്, വെള്ളത്തിൻ്റെ ഫ്ലോ ഉണ്ട്, അണ്ടർ വാട്ടർ കറണ്ട്. അപ്പോൾ ആ ഒരു ഫോഴ്സ് വെച്ച് ഇത് ടർബൈൻ റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ജനറേറ്റ് ചെയ്തെടുക്കുന്നു. ഇതാണ് എന്ത് പറയുന്നത് കൈനറ്റിക് ടർബൈൻസ് ഓർ ഫ്രീ ഫ്ലോ ടർബൈൻസ്. അപ്പോൾ അണ്ടർ വാട്ടറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് എന്താണ് ടർബൈനാണ് കൈനറ്റിക് ടർബൈൻസ്. നെക്സ്റ്റ് വാട്ടർ ടർബൈൻ കഴിഞ്ഞിട്ട് അടുത്ത ടൈപ്പ് ടർബൈൻ ആണ് സ്റ്റീം ടർബൈൻ. Steam turbine is a device that extracts thermal energy from pressurized steam and uses it to do mechanical work on a rotating shaft output. Steam ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. തെർമൽ എനർജി ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മൾ പ്രഷറൈസ് ചെയ്യുന്നു അല്ലെ, സ്റ്റീമിനെ പ്രഷറൈസ് ചെയ്ത് നമ്മൾ ടർബൈനിൽ കൊണ്ടുവന്ന് ഇംപിഞ്ച് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നു. This turbine was invented by Sir Charles Parsons in 1884. Steam turbines are used for the generation of electricity in thermal power plants such as plants using coal fuel, oil or nuclear fuel. Thermal power plantsലാണ് സ്റ്റീം ടർബൈൻസ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഒന്നുകിൽ നമ്മൾ ന്യൂക്ലിയർ ഫ്യൂൽ വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കോൾ വെച്ചിട്ടുള്ളത്, രണ്ടായാലും രണ്ട് രീതിയിൽ നമ്മൾ വാട്ടറിനെ സ്റ്റീമായിട്ട് പ്രഷറൈസ്ഡ് സ്റ്റീമായിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ടർബൈനിൽ കൊണ്ടുവന്ന് സ്ട്രൈക്ക് ചെയ്യിക്കുന്നു. The steam turbines are made in a variety of sizes ranging from small to large, used as mechanical drives for pumps, compressor and other shaft driven equipment used to generate electricity up to 1.5 gigawatts. Okay. Steam turbine. Steam എൻട്രി ചെയ്യുന്നു, ടർബൈൻ ബ്ലേഡ്സ് ഉണ്ട്, ടർബൈൻ ബ്ലേഡ്സ് അതിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നുണ്ട്, അത് ഔട്ട്ലെറ്റിൽ പോകുന്നുണ്ട്, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഈ ടർബൈൻ്റെ എന്ത് ചെയ്യുന്നു, ഷാഫ്റ്റ് നമ്മുടെ ഇലക്ട്രിക് ജനറേറ്ററിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ വാട്ടറിന് പകരം ഇവിടെ എന്ത് യൂസ് ചെയ്യുന്നു, പ്രഷറൈസ്ഡ് സ്റ്റീം യൂസ് ചെയ്യുന്നു. ഫ്യൂൽ യൂസ്ഡ് ആർ ബയോമാസസ്, കോൾ, ന്യൂക്ലിയർ ഫ്യൂൽ എക്സെട്ര, ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. മോഡേൺ സ്റ്റീം ടർബൈൻസ് ഹാസ് ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റം, steam heated process in plants and factories, steam driven turbines in electric power plants. Because this turbine generates rotatory motion, it is particularly suited to be used to drive an electric generator. About 90% of all electricity generation in the യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തെർമലാണ് കൂടുതലും എന്ത് ചെയ്യുന്നത് പല രാജ്യങ്ങളിലും. അതായത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് തെർമൽ പവർ പ്ലാന്റ്സ് ആണ്. നെക്സ്റ്റ് കം ഗ്യാസ് ടർബൈൻ. ഗ്യാസ് ടർബൈൻ എന്ന് നമുക്ക് വേറൊരു പേരും പറയാം കമ്പസ്റ്റിംഗ് ടർബൈൻ. കമ്പസ്റ്റിംഗ് ടർബൈൻ അതായത് കമ്പസ്റ്റിംഗ് ചെയ്ത് ആ ഒരു എനർജിയാണ് നമ്മൾ ഗ്യാസ് ടർബൈനിൽ യൂസ് ചെയ്യുന്നത്. അതായത് ഇറ്റ്സ് ലൈക്ക് ടിപ്പിക്കലി ലൈക്ക് ഇന്റേണൽ കമ്പസ്റ്റിൻ എഞ്ചിൻ അല്ലേ. അപ്പോൾ ഗ്യാസ് ടർബൈൻ ഇസ് ഓൾസോ കോൾഡ് എ കമ്പസ്റ്റിൻ ടർബൈൻ, ഈസ് എ ടൈപ്പ് ഓഫ് ഇന്റേണൽ കമ്പസ്റ്റിൻ എഞ്ചിൻ. IC എഞ്ചിൻ്റെ അതേപോലത്തെ ഒരു വർക്കിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഫ്രഷ് അറ്റ്മോസ്ഫിയറിക് എയർ ഫ്ലോസ് ത്രൂ എ കംപ്രസർ ദാറ്റ് ബ്രിങ്സ് ഇറ്റ് ഇൻടു ഹൈ പ്രഷർ. ആദ്യം നമ്മൾ ഇൻലെറ്റിൽ ഒരു ഫ്രഷ് അറ്റ്മോസ്ഫിയറിക് എയർ അകത്തേക്ക് വരുന്നു, അത് കംപ്രസറിലാണ് ആദ്യം വരുന്നത്. ആ കംപ്രസർ എന്ത് ചെയ്യുന്നു, ഇതിനെ ഹൈ പ്രഷറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. Then energy is then added by spraying fuel into the air and igniting it, so the combustion generates a high temperature flow. അടുത്ത് ചെയ്യുന്നത് എന്താണ്, നമ്മൾ കമ്പസ്റ്റിംഗ് ചേമ്പറിൽ നടക്കുന്ന അതായത് IC എഞ്ചിൻ നടക്കും പോലെ ഈ ഒരു ഹൈ പ്രഷർ ആയിട്ടുള്ള എയറിലൂടെ നമ്മൾ എന്ത് ഫ്യൂവൽ സ്പ്രേ ചെയ്യുന്നു. ഫ്യൂവൽ സ്പ്രേ ചെയ്ത് ഇഗ്നേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു, കമ്പസ്റ്റിൻ നടക്കുന്നു. ആ കമ്പസ്റ്റിൻ ഹൈ ടെമ്പറേച്ചർ ഫ്ലോ ജനറേറ്റ് ചെയ്യുന്നു.
അപ്പോൾ ഇതാണ് നമുക്ക് ഗ്യാസ് ആ ഒരു ഫ്ലോ, ആ ഹൈ ടെമ്പറേച്ചർ ഫ്ലോ ആണ് എവിടേക്ക് പോകുന്നത്, നെക്സ്റ്റ് സ്റ്റേജ് ആയ ടർബൈനിലേക്ക് പോകുന്നത്. ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നു, അത് ഷാഫ്റ്റുമായിട്ട് കണക്റ്റഡ് ആണ്. So, gas turbines are used to power aircraft, trains, ships, electrical generators or even tanks. ഗ്യാസ് ടർബൈൻ്റെ ഒരു കട്ട് സെക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇൻടേക്ക്, എയർ ഇൻടേക്ക്, സാധാരണ പോലെ എയർ, അറ്റ്മോസ്ഫിയറിക് എയർ ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് പോകുന്നത് എന്താണ്, കംപ്രഷനാണ്. അവിടെ ഒരു കംപ്രസറിലൂടെ ഈ നമ്മുടെ എയറിനെ കംപ്രസ് ചെയ്ത്, ഓക്കെ, അതായത് ചെറിയ ഇൻലെറ്റിലൂടെ ഇതിനെ എവിടേക്ക് വരുന്നുണ്ട്, കമ്പസ്റ്റിംഗ് ചേമ്പറിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടം വരെ കംപ്രസ് ചെയ്യുന്ന വരെ ഒരു കോൾഡ് സെക്ഷൻ ആണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കമ്പസ്റ്റിംഗ് ചേമ്പറിൽ വരുമ്പോൾ ഫ്യൂവലും സ്പ്രേ ചെയ്യുന്നുണ്ട്, ഹൈ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള എയറും കൂടെ ഉണ്ട്. അവിടെ എന്ത് നടക്കുന്നു, കമ്പസ്റ്റിംഗ്. സോ കമ്പസ്റ്റിംഗ്, ഇവിടെ രണ്ടിടത്തും കമ്പസ്റ്റിംഗ്. ഈ കമ്പസ്റ്റിംഗ് ചെയ്തതിന് ശേഷം അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, കമ്പസ്റ്റിംഗ് നടക്കുമ്പോൾ ഹൈ പ്രഷർ, ഹൈ ടെമ്പറേച്ചർ ഫ്ലോ കിട്ടുന്നു. അത് നെക്സ്റ്റ് സ്റ്റേജിൽ ടർബൈനിൽ ചെന്ന് എന്ത് ചെയ്യുന്നു, ഇടിക്കുന്നു, ടർബൈൻ കറങ്ങുന്നു. ടർബൈൻ നോക്കിയ ഏതിൽ അത് എന്തിനാ കണക്ട് ചെയ്തേക്കുന്നത്, ഷാഫ്റ്റിൽ കണക്ട് ചെയ്യുന്നു, ഷാഫ്റ്റ് ജനറേറ്ററായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്ന് ഉള്ള എന്താണ്, ടർബൈൻ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഗ്യാസ് അങ്ങോട്ട് പോകും, എക്സോസ്റ്റിലൂടെ പുറത്തേക്ക് പോകും. അപ്പോൾ ഇത്രയും ഹോട്ട് സെക്ഷൻ, ഇത്രയും കോൾഡ് സെക്ഷൻ. ജസ്റ്റ് ലൈക്ക് an IC എഞ്ചിൻ, ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിന് പോലെയാണ് ഇവിടെ ഈ ഗ്യാസ് ടർബൈനും വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വിൻഡ് ടർബൈൻ. നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള സാധനം തന്നെയാണ് അല്ലെ, തമിഴ്നാട് ഭാഗങ്ങളിലും നമുക്ക് തന്നെ പാലക്കാട് ആ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ എന്താ വിൻഡ് മിൽസ് കണ്ടിട്ടുണ്ട്. അവിടെ എന്താണ്, വിൻഡ് ടർബൈൻ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് വിൻഡിന്റെ കൈനറ്റിക് എനർജിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, മെക്കാനിക്കൽ എനർജിയിലേക്ക് വന്ന് അതിനെ പിന്നെ ഇലക്ട്രിക്കൽ പവറിലേക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. കൺവെൻഷനലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള വിൻഡ് മില്ലാണെങ്കിൽ അറിയാലോ, നമുക്ക് കൺവെൻഷനലായിട്ട് നമ്മൾ വിൻഡ് മില്ലിനെ ഹൊറിസോണ്ടൽ ആക്സിസ് ടർബൈൻസ് എന്ന് പറയും. അതായത് നമ്മുടെ വിൻഡ് പ്രൊപ്പല്ലർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ ടർബൈൻ ഉണ്ട്, ടർബൈൻ കണക്ട് ചെയ്തിരിക്കുന്ന ടർബൈൻ ഷാഫ്റ്റ്, ഈ ടർബൈൻ്റെ ഷാഫ്റ്റ്, അത് ജനറേറ്ററിലേക്ക് പോകുന്ന ഷാഫ്റ്റ് ഗ്രൗണ്ടിന് പാരലൽ ആണെങ്കിൽ അത് നമ്മൾ എന്ത് പറയും, ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറയാം. ഗ്രൗണ്ടിന് ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ഹൊറിസോണ്ടൽ ആക്സിസ് ടർബൈൻസ് എന്ന് പറയും. ഇതാണ് നമ്മൾ ടിപ്പിക്കലായിട്ട് കൺവെൻഷനലായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിന് 3 കമ്പോണൻസ് ആണ് ഉള്ളത്. നമുക്ക് ആ വിൻഡ് മില്ല് കാണുമ്പോൾ തന്നെ അറിയാം, അതിന് 3 കമ്പോണൻസ് ഉണ്ട്. ആദ്യം ബ്ലേഡ്സ് ഉണ്ട്, അത് കഴിഞ്ഞ് ബാക്കിലൊരു ഒരു പാർട്ടുണ്ട്, ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. അവിടെയാണ് നമ്മുടെ ജനറേറ്ററും മറ്റ് കൺട്രോൾ യൂണിറ്റ്സും എല്ലാം ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ രണ്ടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് താഴെ ഒരു ഹൈറ്റിൽ നല്ല ഹൈറ്റിൽ ഒരു കോളം ഉണ്ട്, കോളം സ്ട്രക്ചർ ഉണ്ട്, ടവർ സ്ട്രക്ചർ ഉണ്ട്. അങ്ങനെ ഈ 3 സ്ട്രക്ചേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കൺവെൻഷനൽ ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ആക്സിസ് ടർബൈനിലുള്ളത്. ആദ്യത്തേത് ഞാൻ പറഞ്ഞ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ബ്ലേഡ് ഉൾപ്പെടെയുള്ള അതിനെ റോട്ടർ കമ്പോണന്റ് എന്ന് പറയും. ഇൻക്ലൂഡ്സ് ദി ബ്ലേഡ്സ് ഫോർ കൺവേർട്ടിംഗ് വിൻഡ് എനർജി ടു ലോ സ്പീഡ് റൊട്ടേഷണൽ എനർജി. അത് കണക്ട് ചെയ്തേക്കുന്ന, അതിൽ നിന്നൊരു ഷാഫ്റ്റ് വന്ന് ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്, ഒരു വലിയ കമ്പാർട്ട്മെന്റ് ഉണ്ട്. ആ കമ്പാർട്ട്മെന്റ് നമ്മൾ എന്ത് പറയും, ജനറേറ്റർ കമ്പോണന്റ് എന്ന് പറയും. ഇൻക്ലൂഡ്സ്, അവിടെ അതിൻ്റെ അകത്താണ് എന്തുള്ളത്, ഇതിനെ മെക്കാനിക്കൽ ആയിട്ടുള്ള ആ ഒരു മൂവ്മെന്റിന് നമ്മൾ ഇലക്ട്രിക് ജനറേറ്റർ അല്ലെ, ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ജനറേറ്റർ ഉണ്ട്, കൺട്രോൾ ഇലക്ട്രോണിക്സ് ഉണ്ട്, ചെറിയ CPU കൺട്രോൾ യൂണിറ്റ്സുകളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. അത് കഴിഞ്ഞ് ഇതിനെ എല്ലാത്തിനെയും താങ്ങി നിർത്തുന്ന സ്ട്രക്ചറാണ് സ്ട്രക്ചറൽ സപ്പോർട്ട് കമ്പോണന്റ്, ആ ടവർ അല്ലെ, ആ ഹൈറ്റിലുള്ള കോളം, അതിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ സപ്പോർട്ട് കമ്പോണന്റ് എന്ന് പറയും. വിൻഡ് ടർബൈൻ യൂസ്ഡ് ഫോർ ചാർജിങ് batteries may be referred to as wind charger. നമ്മൾ ഡയറക്റ്റ് ഗ്രിഡിലേക്ക് കൊടുക്കാതെ ബാറ്ററിയിൽ ചാർജ് ചെയ്യുന്ന ഡയറക്റ്റ് ചാർജിങ് ബാറ്ററി ചാർജ് ചെയ്യുന്നതിന് നമ്മൾ വിൻഡ് ചാർജർ എന്നൊരു പേരും കൊടുക്കാറുണ്ട്. അത് വിൻഡ് ടർബൈൻ തന്നെയാണ് വിൻഡ് ചാർജർ, ബാറ്ററി ചാർജ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു നെയിം വന്നത്. ഓക്കെ, വിൻഡ് ടർബൈൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ആ 3 കമ്പോണന്റ് ഇപ്പം നിങ്ങൾക്ക് കാണാം. റോട്ടറി കമ്പോണന്റ്, ബ്ലേഡ്സ് ഉണ്ട്, അതിന് ഷാഫ്റ്റ് ഒന്ന്, ഗിയർ ബോക്സ്, ജനറേറ്റർ, കമ്പ്യൂട്ടർ സിസ്റ്റം, അതായത് കൺട്രോൾ യൂണിറ്റ്സ്, അതെല്ലാം വരുന്നത് എന്താണ്, ആ രണ്ടാമത്തെ കമ്പോണൻസ് ഉണ്ട്. ദെൻ മൂന്നാമത്തെ കമ്പോണന്റ്, സപ്പോർട്ടിംഗ് കമ്പോണന്റ്, ഒരു കോളം ഉണ്ട്. ഇതാണ് 2 ടൈപ്പ് വിൻഡ് ടർബൈൻസ്. ഞാൻ പറഞ്ഞ പോലെ കൺവെൻഷനൽ ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ആക്സിസ് വിൻഡ് ടർബൈനും
Vertical axis wind turbine. Horizontal axis എന്ന് പറഞ്ഞാൽ എന്താണ്? ടർബൈനിന്റെ ഞാൻ പറഞ്ഞില്ലേ, turbines are being parallel to ground. The axis of blade rotation is parallel to the wind flow. നമ്മൾ ആ ഷാഫ്റ്റ് നമുക്ക് ഗ്രൗണ്ടിന് പാരലൽ ആയിരിക്കും. ഇത് എന്താണ്, ഒരു കൺവെൻഷണൽ രീതിയിലുള്ള അല്ല. രണ്ടാമത്തെ ടൈപ്പ് വെർട്ടിക്കൽ ആക്സിസ് വിൻഡ് ടർബൈൻസ്. വെർട്ടിക്കൽ ആക്സിസ് വിൻഡ് ടർബൈൻസ് ഹാസ് ഇറ്റ്സ് ബ്ലേഡ്സ് റൊട്ടേറ്റിംഗ് ഓൺ ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ഗ്രൗണ്ട്. ആ ആക്സിസ് നോക്കിയേ, ആ ഷാഫ്റ്റ് അല്ലെങ്കിൽ ആ ബ്ലേഡിന്റെ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദി ഗ്രൗണ്ട്. നമ്മൾ ഇവിടുത്തെ ആക്സിസ് എന്ന് പറയുന്നത് ജനറേറ്ററിലേക്ക് പോകുന്ന ആക്സിസ് ഹൊറിസോണ്ടൽ ആക്സിസിലാണെങ്കിൽ അത് ഗ്രൗണ്ടിന് ഹൊറിസോണ്ടൽ ആയിരിക്കും. വെർട്ടിക്കൽ ആക്സിസ് ആണെങ്കിൽ അത് എന്താണ്, ഗ്രൗണ്ടിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രൗണ്ടിന് വെർട്ടിക്കൽ ആയിരിക്കും. ഇതാണ് കോമൺ ആയിട്ടുള്ള രണ്ട് ടൈപ്പ് വിൻഡ് ടർബൈൻസ് എന്ന് പറയുന്നത്. So application നോക്കുകയാണെങ്കിൽ small wind turbines are used in variety of industries and applications including marine applications, off-grid systems. ഇവിടെ എല്ലാം small wind turbines യൂസ് ചെയ്യുന്നുണ്ട്. Industrial application including road signage, remote telemetry, mobile base stations and for houses, schools and farms. ചെറിയ ഇതൊക്കെയാണെങ്കിൽ marine applications യൂസ് ചെയ്യുന്നുണ്ട്. off-grid system വലുതാണെങ്കിൽ റോഡ് സൈനേജ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് അങ്ങനെ കാണത്തില്ല. നമുക്ക് വിദേശ രാജ്യങ്ങളിലും മറ്റുമൊക്കെ നമുക്ക് ഇപ്പോൾ ഡെസേർട്ടഡ് ഏരിയസ് ഒക്കെ ആണെങ്കിൽ റോഡ് സൈനേജ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ഇലക്ട്രോണിക് ലൈറ്റും ഉള്ളതും, അല്ലെങ്കിൽ പാത്ത് വൈസിലൊക്കെ ഇലക്ട്രിക് ലൈറ്റ്സ് ഒക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് കറണ്ടിന് വേണ്ടിയിട്ട് കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ വിൻഡ് മിൽസ് ആണ്. വലിയ അതിൽ നിന്നുള്ള കറണ്ട് ആയിരിക്കും ഈ റോഡ് സൈനേജിന് യൂസ് ചെയ്യുന്നത്. ഫോർ റിമോട്ട് ടെലിമെട്രി, മൊബൈൽ ബേസ് സ്റ്റേഷൻസ് കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ, ടവറുകൾ, അതിലേക്ക് വേണ്ടിയിട്ടുള്ള പവർ നമ്മൾ സാധാരണ ഇവിടെ ജനറേറ്ററോ അല്ലെങ്കിൽ കറണ്ടാണ് എടുക്കുന്നതെങ്കിൽ അവർ അതിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും എന്തായിരിക്കും ഒരു വിൻഡ് മില്ലും കൂടെ സ്ഥാപിച്ചിരിക്കും. അപ്പോൾ അതിൽ നിന്നുള്ള കറണ്ട് എടുക്കും. ആൻഡ് ഫോർ ഹൗസസ്, സ്കൂൾസ്, ഫാംസ്, ഇതിലെല്ലാം യൂസ് ചെയ്യുന്നുണ്ട് വിൻഡ് ടർബൈൻസ്. സോ ഇതാണ് ടർബൈൻസിന്റെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടർബൈൻസ്, സ്പെസിഫിക് ആയിട്ടുള്ള കപ്ലാൻ, ദെൻ ഫ്രീ ഫ്ലോ ടർബൈൻസ്, പെൽട്ടൺ വീൽസ്, ഇതിനെ പറ്റിയുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ.